നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഇലയാണ് പപ്പായയുടെ ഇല എന്ന് പറയുന്നത്. ഈ പപ്പായയുടെ ഇല പലതരത്തിലുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് ഇത് ഉപയോഗപ്രദമാക്കുന്നതെന്ന് പറയാം. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്, പ്രധാന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്, പെപ്പേ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം അടങ്ങിയിട്ടുണ്ട്. സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകൾ മാറാതെ നിൽക്കുക, അമിതമായിട്ട് മുഖക്കുരു വരിക, അതുപോലെ മുഖത്ത് അൺഈവൻ സ്കിൻ ടോൺസിന്റെ പ്രശ്നങ്ങൾ വരിക, പെട്ടെന്ന് മുഖം മങ്ങിപ്പോവുക, ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചുളിവുകളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാൻ വേണ്ടി ഒരു ടോണറിനെ പോലെ നമുക്ക് പപ്പായയുടെ ഇല ഉപയോഗപ്രദമാക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 പപ്പായയുടെ ഇലകൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും പോകുന്ന ഞരമ്പ് പോലത്തെ പോർഷൻസ് നമ്മളത് മാറ്റിയെടുക്കുക. എന്നിട്ട് ആ ഇലകൾ മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഇങ്ങനെ തിളപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്നത് ചെറുതായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുഖത്ത് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ മുഖത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ടും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് കഴിയുമെങ്കിൽ ചെറിയ രീതിയിലുള്ള മസാജ് മുഖത്ത് കൊടുക്കാം. ഈ ഒരു പറഞ്ഞിട്ടുള്ള മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ അകറ്റാനൊക്കെ വളരെ ഗുണപ്രദമാണ്. എന്നാൽ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് നമുക്ക് വ്രണം പോലെയോ പൊട്ടിയിട്ടുള്ള രീതിയിലോ ഉള്ള ഭാഗത്തൊന്നും ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കരുത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുന്ന സമയത്ത് മുഖത്തെ പാടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. മറ്റൊന്ന് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മാസ്ക് രീതിയിൽ ഉപയോഗപ്രദമാക്കാം. അതായത് കുറച്ച് പപ്പായയുടെ ഇലകൾ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്തേക്ക് തൈര് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ ശിരോചർമ്മങ്ങളിലൊക്കെ തന്നെ പുരട്ടി കൊടുക്കുന്നത് ഡാൻഡ്രഫ് കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പൊറ്റൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ചൊറിച്ചിൽ വരിക, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹെയർ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാക്കാം. ഒപ്പം മുടി വളരാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ പപ്പായയുടെ ഇലകൾ സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം.